ജാക്കിയുടെ ആള് കളിക്കും. അണ്ണാ സുമാരണ്ണ ഇത് മോശമായി പോയി. ചീട്ടുകളി മോശമാണെന്ന് നീ മാത്രമേ പറയുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം ശിവു, എടാ ഈ ഭരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ബാക്കി മന്ത്രിമാര് അവര് കരിക്കൽ നീക്കുകയാണ് അല്ലേ? പ്രതിപക്ഷം അവരുടെ കരിക്കൽ നീക്കുകയാണ്. ചീട്ടുകളിൽ നമ്മൾ നമ്മുടെ കരിക്കൽ നീക്കുക അല്ല അവരുടെ ബുദ്ധിയുടെ കളിയാണ്. ഇത് മോശമാണെന്ന് നീ ഒരു കാര്യം പറയാം. എന്നെ കുറിച്ച് നീ പലയിടത്തും പറഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ വെള്ളം ഒഴിച്ചോണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ വണ്ടി ഓടുന്നതിനാണോ ഡീസൽ വേണോ? പെട്രോൾ വേണോ? വേണമല്ലോ. അപ്പൊ പിന്നെ മനുഷ്യന് ഒരു എനർജി അവന്റെ ഒരു ബലത്തിന് അവൻ സ്വല്പം വാട്ടി അടിക്കും. എടാ ഇതൊക്കെ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഇത് വേണം. ആഹാരം മാത്രം പോരാ. അവിടെ ഷൂട്ടിംഗ് അവിടെ ഷൂട്ടിംഗ് നടക്കട്ടെടാ. നീ ഇവിടെ ശല്യം ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അവിടെ ഷൂട്ടിംഗ് നടക്കണേ നിനക്കെന്ത്? ഇവിടെ നാട്ടിൽ ഷൂട്ടിംഗ് നടക്കും, ഒരു ഭാഗത്ത് പ്രകടനം നടക്കും, പ്രതിഷേധം നടക്കും, ഹർത്താൽ നടക്കും. ഇതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ആരെയും ശല്യപ്പെടുത്താതെ ഒരു മൂലയിൽ മരത്തിന്റെ ചോട്ടിരുന്ന് കളിക്കുമ്പോ നിനക്ക് എന്തിന്റെ അസുഖട്ടാ? അണ്ണ അതല്ല അണ്ണ, അണ്ണന്റെ സ്വന്തം അളിയന്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ അണ്ണന്റെ അളിയന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇടാ അതിനെ അഭിമാനിക്കല്ലേ വേണ്ടത്. കാദറിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. അതല്ല അണ്ണ, മോശമായിപ്പോ ഈ നാട്ടിൽ അങ്ങനെ ഒരു പടം നടക്കുന്ന സമയത്ത് സ്വന്തം അളിയന്റെ അടുത്ത് പറയേണ്ട ഉത്തരവാദിത്വം സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഇല്ലേ? ഇത് അത് എന്നെ അറിയിക്കേണ്ട കാര്യം എന്തിനു? പൂച്ചയ്ക്ക് മുന്നൊരുക്കി നടന്ന കാര്യം ഞാൻ ഇവിടെ ചീട്ട് കളിക്കുന്നത് അവനെ അറിയിച്ച. അപ്പൊ എന്റെ കാര്യം നീ ഒന്ന് പറഞ്ഞു. അല്ല സുകുമാരണ്ണ, പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട്. എന്റെ കാര്യം എന്തായാലും അളിയൻ ഇവിടെ ഷൂട്ടിംഗ് അടക്കുമ്പോ അങ്ങനെ ഒന്ന് അറിയിക്കായിരുന്നു. അറിയിച്ചൂടെ? അറിയിക്കായിരുന്നു. അണ്ണ എന്താ അത് ആലോചിക്കാത്തത്? അവന്റെ തിരക്ക് കൊണ്ട് ചിലപ്പോ അറിയിക്കായിരിക്കും. എന്നാലും സ്വന്തം അളിയനുണ്ട്, സ്വന്തം അളിയനൊന്നും അറിയിച്ചു. തൊട്ടടുത്താണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. അറിയണമായിരുന്നു. പിന്നല്ലേ എന്റെ സൗകര്യം തന്നെയല്ലേ കെട്ടിയത്. ഒന്നുമില്ലെങ്കിൽ അണ്ണനൊരു വിലയില്ലേ? എന്റെ വില നീ എല്ലാം കൂടെ പറഞ്ഞ് എന്നെ ആ പടം ഒരു ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞത്? എന്നാലും അറിയിക്കേണ്ട ഉത്തരവാദിത്തം അളിയനില്ലേ? അതാണ് എന്റെ ചോദ്യം. അത് ശരിയാണ്, അളിയനുണ്ട്. പറയണതിലൊരു കാര്യമുണ്ട്. അതായത് അവന് ഈ സിനിമാക്കാരനായതുകൊണ്ട് ആരും പെണ്ണു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എത്ര പെണ്ണാണോ പോകുന്നറിയോ? ആരും കൊടുക്കില്ല. എന്താ സിനിമാക്കാരനാണെങ്കിൽ പെണ്ണില്ല, ഇവിടെ പെണ്ണില്ല എന്ന് പറഞ്ഞിടത്ത് ധൈര്യമായിട്ട് എന്റെ സഹോദരിയെ കൈപിടിച്ചു കൊടുത്തവനാണ് ഞാൻ. അന്ന് നാട്ടുകാരെന്ത് പറഞ്ഞു? എടാ നിന്റെ സഹോദരിയെ ഈ സിനിമാക്കാരന് കൈപിടിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് കടപ്പാലത്തിന്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പിടിച്ച് താഴെ തള്ളിയിട്ട് കൊല്ലുന്നതാണല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ട. എന്താ സിനിമാകാരൻ എന്ന് പറഞ്ഞാൽ അന്തസ്സില്ലാത്ത പണിയാണ് ചെയ്യുന്നത്. നമുക്ക് കഥ എടുത്ത് ഭാവനയില്ലാതെ എഴുതാൻ പറ്റും. നമ്മൾ ബുദ്ധിയില്ലാതെ നമുക്ക് കളിക്കാൻ പറ്റും. അതെല്ലാം ഭാവന വെച്ചെടുത്ത് ഞാൻ അവന് പിടിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൻ ഇവിടെ വന്ന് തൊട്ടടുത്ത് ഇവൻ പറഞ്ഞാൽ കാര്യം തൊട്ടടുത്ത് വന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇവൻ അവിടെ എവിടെ ഇരുന്ന് നമ്മൾ ഒരുപാട് കളിയാക്കി കോന അടിക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്. ഷിബു ഈ വായനശാല സാംസ്കാരിക സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇരുന്ന് നീ അവിടെ ഇരുന്ന് പറഞ്ഞേക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇവിടെ വരുമ്പോ എൻ്റെ അടുത്ത് വന്ന് അണ്ണാ ഇവിടെ ഷൂട്ടിംഗ് നടക്കണം, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കാലിൽ തൊട്ട് തൊഴുതാ. ഈ ചെറിയ സന്തോഷമില്ലേ ചെയ്യണ്ണ? അപ്പോ നന്ദികേടാണ് കാണിച്ചെണ്ണ, വൃത്തികേടാണ് കാണിച്ചത്. തെമ്മാടുത്ത ചെയ്യണ്ണ. എന്നാ വണ്ടി എടു, വണ്ടി എടുണ്ണ.